ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചാണ്. PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. എന്തായാലും നമുക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്നൊരാശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. MN റോയ് ഈ ആശയം മുന്നോട്ട് വെച്ച പത്രം ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. ഏത് പത്രത്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ഇന്ത്യൻ പാട്രിയറ്റ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണെങ്കിൽ ബോംബെ സമ്മേളനം 1935. സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ സ്വരാജ് പാർട്ടി. ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണെങ്കിൽ ബോംബെ സമ്മേളനം 1935. 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണെങ്കിൽ MN റോയ് ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെ. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ സ്വരാജ് പാർട്ടി. INC സമ്മേളനമാണെങ്കിൽ ബോംബെ സമ്മേളനം 1935. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഏത് മിഷന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ആദ്യ യോഗം ചേർന്നതാണെങ്കിൽ 1946 ഡിസംബർ 9-ന്. നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നും 1946 ഡിസംബർ 9-നാണെങ്കിൽ ആദ്യ യോഗം ചേർന്നതും. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 207 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9-ന്. ആ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 207. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 9. സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 9. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായി 1946 ഡിസംബർ 6-ന് നിലവിൽ വന്നു. 1946 ഡിസംബർ 9-ന് ആദ്യത്തെ യോഗം ചേർന്നു. അതിൽ പങ്കെടുത്തത് 207 പേരാണ്. 9 പേര് വനിതകളായിരുന്നു. മുസ്ലിം ലീഗ് ഈ സമ്മേളനം ബഹിഷ്കരിച്ചു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് നമ്മൾ പറഞ്ഞല്ലോ 1946 ഡിസംബർ 9-നാണ്. അത് നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. എവിടെയാ? ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ്. ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ്. 1946 ഡിസംബർ 9-ന് നടന്ന ആദ്യ യോഗത്തിൽ നിയമനിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരെന്ന് PSC സ്ഥിരമായി ചോദിക്കും. ആരാണ്? JB കൃപലാനിയാണ്. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിര അധ്യക്ഷനാണ് രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 9-ന് നടന്ന ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനെയാണ് തെരഞ്ഞെടുത്തത്. ആ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 11-ന് അടുത്ത സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ സ്ഥിരമായിട്ടുള്ള അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിര അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. അതേ സമ്മേളനത്തിൽ തന്നെ ഉപാധ്യക്ഷനെയും തെരഞ്ഞെടുത്തിരുന്നു. ഉപാധ്യക്ഷനാണ് HC മുഖർജി. സ്ഥിര അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷൻ HC മുഖർജി. HC മുഖർജിക്ക് ശേഷം ഉപാധ്യക്ഷനായതാണ് VT കൃഷ്ണമാചാരി. ശ്രദ്ധിച്ചോണം, VT കൃഷ്ണമാചാരി. PSCക്ക്
റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഉപാധ്യക്ഷന്മാര് VT കൃഷ്ണമാചാരിയാണ് HC മുഖർജിക്ക് ശേഷം ഉപാധ്യക്ഷനായത്. HC മുഖർജീനെ ഉപാധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 1946 ഡിസംബർ 11 സമ്മേളനം. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത്. അത് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വരുന്നത്. ആദ്യത്തെ സമ്മേളനം ഡിസംബർ 9. ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് സ്ഥിര അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നു. HC മുഖർജി ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിക്കുന്നു. 1947 ജനുവരി 22 അത് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യയാണ് 389. ഇതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമുള്ളവരായിരുന്നു. ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 389. അതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമുള്ളവരായിരുന്നു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അനുസരിച്ചായിരുന്നു ബ്രിട്ടീഷ് പ്രവിശ്യയിലെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തിരുന്നത്. നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തിരുന്നത് കൂടിയാലോചിച്ചായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തിരുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളാണ്. ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 389. അതില് 296 അംഗങ്ങൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുമാണ്, അതായത് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 389 നിന്നും 299 ആയി മാറി. അതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 229 പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 പേരുമായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 296 നിന്ന് 229 ആയി മാറി. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 നിന്ന് 70 പേരായി മാറി. വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനത്തിന് മുമ്പ് 17ഉം ഇന്ത്യ വിഭജനത്തിന് ശേഷം 15ഉമായിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? 9 ആയിരുന്നു. ആകെ വനിതകളുടെ എണ്ണം 17. ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് 15ആയി മാറി. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 9. അതിൽ മലയാളി വനിതകൾ എന്ന് പറയുന്നത് 3 പേരാകട്ടോ. മലയാളികളുടെ എണ്ണം ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളികളുടെ എണ്ണം എന്ന് പറയുന്നത് 17. ഇന്ത്യ വിഭജനത്തിന് ശേഷവും 17 തന്നെയായിരുന്നു. ഈ 17 മലയാളികളിൽ 3 പേര് വനിതകളാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളുടെ എണ്ണം 17. അതിൽ 3 പേര് വനിതകളാണ്. ഓർമ്മയുണ്ടല്ലോ, ആ 3 വനിതകളാണ് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കറി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളാണ് 17 പേര്. അതിൽ 3 പേര് വനിതകളാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 15 പേരാണെന്ന് നമ്മൾ പറഞ്ഞു. ആ 15 പേരുടെ പേരൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇതിൽ കുറെ പേര് തന്നിട്ട് ആരായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഇല്ലാതിരുന്ന വനിത എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടും ഉള്ളതുമാണ്. അപ്പം ആ പേരുകൾ ഒന്ന് ഓർത്തിരിക്കണം. അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ, ദാക്ഷായണി വേലായുധൻ, ഇവർ 3 പേരും മലയാളി വനിതകളാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന 3 മലയാളി വനിതകൾ. ബീഗം ഐസാസ് റസൂൽ, ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നിവരാണ് മറ്റു വനിതകൾ.
അതിൽ സരോജിനി നായിഡു എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറും സുജേത കൃപലാനി എന്ന് പറയുന്നത് ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണെങ്കിൽ ദാക്ഷായണി വേലായുധൻ. ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഫ്രാങ്ക് ആന്റണി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആന്റണി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തത് ആനയായിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് BN റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് BN റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറിയാണ് HVR അയ്യങ്കാർ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യക്ക് പാർലമെന്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഒരു പാർലമെന്റ് ആയിട്ട് പ്രവർത്തിച്ചതും ഈ ഭരണഘടനാ നിർമ്മാണ സമിതി തന്നെയാണ്. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 1947 നവംബർ 17 1947 നവംബർ 17. ആ സഭയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദും നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ചത് GV മാവുലങ്കറുമാണ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ചത് GV മാവുലങ്കറുമാണ്. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. എടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 18 ദിവസം. ചില ആൻസർ കീയിൽ 17 ദിവസം എന്നും കാണാറുണ്ട് കേട്ടോ. ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക എന്ന് പറയുന്നത് 64 ലക്ഷം. ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക 64 ലക്ഷം. പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി 28. ഭരണഘടനയുടെ പൂർണ്ണ രൂപം ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26. അതുകൊണ്ടാണ് നവംബർ 26 ദേശീയ നിയമദിനമായി ആചരിക്കുന്നത്. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24 ഭരണഘടനയെ അംഗങ്ങൾ ഒപ്പുവെച്ചത്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 284. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് 1929 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചായിരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിൽ ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം, അതായത് പൂർണ്ണ സ്വരാജായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചായിരുന്നു. കുറച്ചു വർഷം അങ്ങനെ ആഘോഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950 ജനുവരി 26. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 470 അടുത്ത അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 മെയ്യിൽ. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. 1947 ജൂലൈ 22.
അതായത് 1947 ആഗസ്റ്റ് 15 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ദേശീയ പതാക അംഗീകരിച്ചു. 1947 ജൂലൈ 22. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-ന്. 1950 ജനുവരി 24-ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയെ ഒപ്പുവെച്ചതും 1950 ജനുവരി 24-ന് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-ന്. ഭരണഘടന നിലവിൽ വന്ന അതേ ദിവസം തന്നെയാണ് ദേശീയ മുദ്രയും അംഗീകരിച്ചത്, 1950 ജനുവരി 26-ന്. ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22. ദേശീയ ഗാനവും ദേശീയ ഗീതവുമാണ് 1950 ജനുവരി 24. ദേശീയ മുദ്രയാണെങ്കിൽ 1950 ജനുവരി 26. ദേശീയ കലണ്ടറാണ് 1957 മാർച്ച് 22. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റായ്സാദ. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റായ്സാദ. ലേഔട്ട് തയ്യാറാക്കിയതാണെങ്കിൽ നന്ദലാൽ ബോസ്.